ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 2 ചലനവും ബലവും. നിത്യജീവിതത്തിന് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടല്ലേ. ഇപ്പോൾ നടക്കുക, ഓടുക, കളിക്കുക, ചാടുക. ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പക്ഷി പറക്കുന്നത്, കാർ ഓടുന്നത്, മരത്തിലെ ഇലകൾ കാറ്റത്ത് ആടുന്നത്, ഇതെല്ലാം ചലനത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ചിത്രത്തിൽ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. കറങ്ങുന്ന ജെയിൻ വീലിലിരിക്കുന്ന കുട്ടി. ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് അത് കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അതിലിരിക്കുന്ന കുട്ടി നിശ്ചലാവസ്ഥയിലാണ്. അതുപോലെ കുതിരപ്പുറത്തിരിക്കുന്നയാൾ. കുതിര ഓടുന്നുണ്ടെങ്കിലും അയാൾ നിശ്ചലാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ലോറി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഓടിക്കുന്ന ആൾ നിശ്ചലാവസ്ഥയിലാണ്. അതുപോലെ മരക്കൊമ്പായിട്ട് പറക്കുന്ന പക്ഷി പറക്കുമ്പോഴും അതിലെ മരക്കൊമ്പ് നിശ്ചലാവസ്ഥയിലാണ്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ. സൂര്യൻ നിശ്ചലാവസ്ഥയിലും ഗ്രഹങ്ങൾ ചലനാവസ്ഥയിലുമാണ്. മേശപ്പുറത്തിരിക്കുന്ന ബുക്ക്, അത് നിശ്ചലാവസ്ഥയിലാണ്. ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ചലനാവസ്ഥയിലും സ്ഥാനം മാറാത്തവ നിശ്ചലാവസ്ഥയിലുമാണെന്ന് പറയാം. മുകളിലെ സന്ദർഭങ്ങളെ പട്ടികയിലാക്കിയിരിക്കുന്നത് നോക്കാം. കറങ്ങുന്ന ജെയിൻ വീലിലെ കുട്ടി. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്, എന്നാൽ തറയിൽ നിൽക്കുന്നയാളെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. അതേപോലെ കുതിര സവാരി ചെയ്യുന്ന ആൾ കുതിരയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല. കിളിയെ അപേക്ഷിച്ച് ആ ചില്ല നിശ്ചലാവസ്ഥയിലാണ്, എന്നാൽ തറയിൽ നിൽക്കുന്നയാളെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. സൗരയൂഥത്തിലെ ഭൂമി. സൂര്യനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്, ചന്ദ്രനെ അപേക്ഷിച്ചും ചലനാവസ്ഥയിലാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി. ലോറിയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും ഇരുഭാഗത്തുമുള്ള മരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചലനാവസ്ഥയിലുമാണ്. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം. മേശയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും സൂര്യനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. പട്ടികയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ് ആ വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത്. ആ അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അവലംബക വസ്തുവിൻ്റെ നിർവചനം നോക്കാം. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിനെ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണെന്നും സ്ഥാനം മാറുന്നില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്നും പറയാം. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഓഡോമീറ്ററിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. വേഗത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. 1 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 5/80 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ ആ വസ്തു സമവേഗത്തിലാണെന്ന് പറയാം. നമുക്കിനി സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും നോക്കാം. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. അതിനുദാഹരണമാണ് പേശീബലം, ഘർഷണബലമൊക്കെ. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അതിനുദാഹരണങ്ങളാണ് ഗുരുത്വാകർഷണ ബലം, ന്യൂക്ലിയർ ഫോഴ്സ് എന്നിവ. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഇത് N എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ശാസ്ത്രജ്ഞൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നത്. ഘർഷണബലം. തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന പന്ത് കുറച്ചു കഴിഞ്ഞാൽ നിശ്ചലമാകുന്നതായി കണ്ടിട്ടില്ലേ? ഇതിനു കാരണമായ ബലമാണ് ഘർഷണബലം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വശം മിനുസമുള്ളതും മറുവശം പരുപരുത്തതുമായ ഒരു മരക്കെട്ട് എടുത്താൽ മിനുസമുള്ള പ്രതലത്തിലൂടെ വലിച്ചു നീക്കാൻ നോക്കിയാൽ അത് പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാം. എന്നാൽ പരുപരുത്ത പ്രതലത്തിലാവുമ്പോൾ ആ നീക്കുന്നതിനെതിരായിട്ട് ഒരു ബലം അനുഭവപ്പെടും. ആ ബലമാണ് ഘർഷണബലം. ഘർഷണബലത്തിൻ്റെ നിർവചനം നോക്കാം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണബലം. മുകളിലെ ചിത്രത്തിലേക്ക് നോക്കൂ. നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു. അതിനെയാണ് നിരങ്ങൽ ഘർഷണമെന്ന് പറയുന്നത്. ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണ്. അതാണ് ഉരുളൽ ഘർഷണം. ഈ നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് PYQ ക്വസ്റ്റ്യൻ ആണ്. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ഘർഷണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു. അതുപോലെ തന്നെ യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. ഇതിനൊക്കെ കാരണം ഘർഷണമാണല്ലേ.
ഇനി നമുക്ക് ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ നോക്കാം. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത്. വാഹനങ്ങളുടെ ടയറുമായി ബന്ധപ്പെട്ട ബോൾ ബെയറിങ്ങുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവ ഉപയോഗിക്കുന്നത് ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ്. അപ്പോൾ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ബോൾ ബെയറിങ്ങുകളുടെ ഉപയോഗം. അതുപോലെ തന്നെ ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിന് പറയുന്നതാണ് ധാരാരഹിതമാക്കൽ. അങ്ങനെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഘർഷണം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഘർഷണം ചലനത്തെ എതിർക്കുന്ന ഒരു ബലമാണ്. ഇത് ചലനോർജ്ജത്തെ താപോർജ്ജമായും ശബ്ദോർജ്ജമായും മറ്റ് ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഘർഷണം എപ്പോഴും ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണ്. ഘർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു. ഘർഷണം ചലനത്തെ എതിർക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് ഘർഷണബലം. ആൻസർ C ആണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വിസ് നമ്മുടെ സ്റ്റഡി സ്ക്വാഡ് ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.